നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഫാൻഡം X2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ ഒരു സ്മാർട്ട് ഫോൺ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും ടെക്നോ എന്ന ബ്രാൻഡിന് ഇത് എന്ത് പറ്റിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ടെക്നോയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള സ്മാർട്ട് ഫോൺ ആണ് ടെക്നോ ഫാൻഡം X2 5G എന്ന സ്മാർട്ട് ഫോൺ. നമുക്ക് അൺബോക്സ് ചെയ്ത് പരിശോധിക്കാം ടെക്നോ ഫാൻഡം X2 5G. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്ന ബോക്സ് തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ബോക്സ് ആണെന്ന് പറയട്ടെ. ഇവിടെ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്നു. എന്തായാലും അടിപൊളി. ഇതിന്റെ പാക്ക് തന്നെ ഉണ്ടല്ലോ, ഒരു പ്രത്യേകതയുണ്ട് അല്ലേ, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീൽ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിനകത്ത് സംഭവം ബോക്സിനകത്തുള്ള കണ്ടന്റ് ഒക്കെ സെയിം ആണെങ്കിൽ അത് കൊടുത്തിരിക്കുന്ന രീതി വേറിട്ട് നിൽക്കുന്നു. ചാർജിങ്ങിനായിട്ട് ഇത്തരത്തിൽ USB A to C ചാർജിങ് കേബിൾ, അതുപോലെ ഒരു ഹെഡ്സെറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യം. സാധാരണ കണി കാണാൻ പോലും കിട്ടാത്ത, എസ്പെഷ്യലി ഫോണിന്റെ ബോക്സിനോടൊപ്പം കണി കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ഒരു ഹെഡ്സെറ്റ്. നിലവിൽ വേറൊരു ബോക്സിനകത്തായിട്ട് ചാർജർ കൊടുത്തിട്ടുണ്ട്. 45 വാട്ടിന്റെ ചാർജർ ആണെന്ന് എഴുതിയിട്ടുണ്ട്. ചാർജറിന്റെ പുറത്തും ടെക്നോ എന്ന് എഴുതാൻ ബ്രാൻഡ് മറന്നില്ല. ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ? യെസ്, വീണ്ടും ഒരു ബോക്സ് ഇരിക്കുന്നു. അതിനകത്ത് ഇവിടെ ഒരു സിം ഇജക്ടർ പിൻ, ഇവിടെ ആയിട്ടൊരു ബാക്ക് കേസ്. ഓക്കെ, വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസ്. അതുപോലെ ഈ ഭാഗം കണ്ടില്ലേ, ഇവിടെ ഇത്തരത്തിലൊരു പ്രത്യേകതയുള്ള ഒരു ബാക്ക് കേസ് ആണ് നൽകിയിരിക്കുന്നത്. ബാക്ക് ഒരു ലെതർ ഫിനിഷ്, ഒരു ഫോൾസ് ലെതർ ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു വലിയ കട്ടൗട്ട് ക്യാമറയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ബാക്ക് കേസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇതിന്റെ വാറന്റി 12+1 13 മന്ത്സ് വാറന്റി ക്ലെയിം ചെയ്യുന്നുള്ള ലീഫ്ലെറ്റും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനോടൊപ്പം വരുന്നത്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഓ മൈ ഗോഡ്, അടിപൊളി സാധനം, ഒരു വേറിട്ട ഫോൺ. ഓക്കെ, ഇതിന്റെ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം. ക്യാമറ മൊഡ്യൂൾ, സാധാരണ ഫോണുകളിലെ ക്യാമറ മൊഡ്യൂൾ ഫോട്ടോഷോപ്പിലൊക്കെ എഡിറ്റ് ചെയ്ത് അതങ്ങ് സൂം ചെയ്ത് വെച്ച് ഇങ്ങനെ ഇരിക്കും. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ക്യാമറ മൊഡ്യൂളൊക്കെ ഉള്ള ഒരു കിടിലൻ സാധനം. സാധാരണ നമ്മൾ കാണുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് ഒരു വേറിട്ട ഡിസൈൻ തന്നെയാണ് ടെക്നോ ഫാൻഡം X2 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഒരു വലിയ ക്യാമറ മൊഡ്യൂൾ. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ എനിക്കൊരു ഓഡായിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയും ആരും ഇത് നമ്മുടെ കയ്യിലിരുന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് അട്രാക്ട് ചെയ്തു പോകും. ഏത് ഫോണാണ് ഇതെന്ന് അറിയാനൊന്ന് നോക്കിപ്പോ. പലർക്കും ഇതൊരു പക്ഷേ ഫാൻഡം X2 അധികം കണ്ടിട്ടുണ്ടാവില്ല അധികം ആളുകൾ. അതുകൊണ്ട് തന്നെ ഒരു വേറിട്ട ഡിസൈൻ തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. പക്ഷേ ഗ്ലാസ് ആണെങ്കിലും ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഫ്രോസ്റ്റഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഫിംഗർ പ്രിന്റ് ഒന്നും ഇതിനകത്ത് പതിയത്തില്ല. ഇവിടെ ഫാൻഡം എന്ന് എഴുതിയിട്ടുണ്ട്. എന്ത് തന്നെയാലും ഈ ഒരു വലിയ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഡിസൈനിൽ വേർട്ട് നിർത്തുന്നത്. ആ ക്യാമറ മൊഡ്യൂൾ മാത്രമല്ല വലുത്, അതിനകത്തുള്ള ഓരോ ക്യാമറയുടെ ആ സെൻസറിന് ചുറ്റി കൊടുത്തിരിക്കുന്ന റിങ്ങും വളരെ വലിപ്പമുള്ള റിങ്ങാണ്. മൊത്തത്തിൽ നമുക്ക് 3 ക്യാമറകൾ ഇതുപോലെ കാണാം. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ എഡ്ജസ് ഇത്തരത്തിൽ കർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വളരെ സുഖമാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇതുപോലെ മുകളിലായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് Type-C ചാർജിംഗ് പോർട്ടും സിം ട്രേയും സ്പീക്കർ ഗ്രില്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3.5mm ഓഡിയോ ജാക്ക് ഇല്ല. പക്ഷേ പേടിക്കേണ്ട, ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ Type-C ഹെഡ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3.5mm ഓഡിയോ ജാക്കിൽ നമുക്ക് ആ ഒരു ഹെഡ്സെറ്റ് ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനാകും. ഇത് ടെക്നോയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സിം ട്രേ എനിക്ക് തോന്നുന്നു ഒരു ഡ്യുവൽ നാനോ സിം കാർഡാണ്. അതിനകത്ത് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ ഇല്ല. അത് സാധാരണ ഈ പറഞ്ഞ ഒരു പ്രീമിയം സ്മാർട്ട് ഫോണുകളൊന്നും തന്നെ ഇത്തരത്തിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ കൊടുക്കാറില്ല. 8.9mm മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്. ഈ ബാക്കും കർവ്ഡ് ആണ്, ഡിസ്പ്ലേയുടെ സൈഡും കർവ്ഡ് ആയതുകൊണ്ട് തന്നെ കർവ് ചെയ്തുകൊണ്ട് തിക്നെസ് വളരെ കുറച്ച് നിർത്തിയിരിക്കുന്നു. ബാക്ക് ഗ്ലാസ് ബോഡി ആയതുകൊണ്ടാണോ എന്നറിയില്ല, 210 ഗ്രാം ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷനും അത്രയും ഈക്വൽ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു അല്പം വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് തോന്നുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ കർവ്ഡ് എഡ്ജുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കർവ്ഡ് എഡ്ജ് കണ്ടോ ആ ഒരു പ്രീമിയം ഫീല് സ്മാർട്ട് ഫോണുകൾക്ക് ആ ഒരു എഡ്ജ് ഡിസ്പ്ലേ നൽകുന്നുണ്ട്. സൈഡൊക്കെ ഒരു ഫുൾ സ്ക്രീൻ അനുഭവം നമുക്ക് അത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കർവ്ഡ് ഡിസ്പ്ലേ എന്നെ ഓർമ്മപ്പെടുത്തുന്നത് സാംസങ് ഗാലക്സി S22 അൾട്രയാണ്. എന്തായാലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ താഴെയും മുകളിലുള്ള ഈ കാണുന്ന ബെസലുകളൊക്കെ വളരെ കനം കുറഞ്ഞ ബെസലുകളാണ്. എന്തായാലും ഡിസ്പ്ലേ കാണാൻ അതിമനോഹരം തന്നെയാണെന്ന് പറഞ്ഞു കൊള്ളട്ടെ. 6.8 ഇഞ്ചിന്റെ AMO LED കർവ്ഡ് ഫുൾ HD+ റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിഫ്രഷ് റേറ്റിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് 120 ഹെഡ്സിന്റെ മാക്സിമം റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ AMO LED വിത്ത് 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി വ്യൂയിങ് ആംഗിളൊക്കെ അതിമനോഹരം തന്നെയാണ്, യാതൊരു പ്രശ്നവും പറയാനില്ല. അതുപോലെ തന്നെ 360 ഹെഡ്സ് ആണ് ഇതിന്റെ ഒരു ടച്ച്
ടച്ച് സാമ്പിളിംഗ് റേറ്റ്, മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 700 നിറ്റ്സ് ആണ്. അതൊരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സാധാരണ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾ അല്ലാത്ത ഇപ്പോൾ വരുന്ന പല റിയൽമി ഫോണുകൾ പോലും ഒരു 1000 നിറ്റ്സ് ഒക്കെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ 700 നിറ്റ്സ് ആണ്. പക്ഷേ 700 നിറ്റ്സ് എന്നൊക്കെ വാക്കാൽ പറയുന്നെങ്കിലും നമുക്ക് നല്ലൊരു ഇൻഡോറിൽ, ഞാനിപ്പോൾ ഇൻഡോറിലാണല്ലോ നോക്കുന്നത്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, കുഴപ്പമില്ല. എന്തായാലും തിരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്, ഫ്ലാഗ്ഷിപ്പ് ലെവൽ 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളർ ആക്യുറസി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. HDR10ന്റെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം കോണിംഗ് ഗോറില്ല ഗ്ലാസ് 3, 5 ഒക്കെ സാധാരണ ഫോണുകൾ വരും. ഈ വിക്ടസ് പ്ലസ് ഒക്കെ പിക്സൽ S22 അൾട്ര പോലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കണ്ട പ്രൊട്ടക്ഷൻ ടൈപ്പാണ്. അത് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 9000 എന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ MediaTekന്റെ ഇന്ന് വരെ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പെർഫോമൻസ് കൂടിയ പ്രോസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 1 അല്ലെങ്കിൽ 8 Gen 2 ഒക്കെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്ന ഒരു പ്രോസറാണ് ഈ പറഞ്ഞ MediaTekന്റെ Dimensity 9000 എന്ന് പറയുന്ന ഈ ഒരു 5G പ്രോസസർ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ 8GB റാം നൽകിയിട്ടുണ്ട്, 256GB ഇന്റേണൽ മെമ്മറി നൽകിയിട്ടുണ്ട്, LPDDR5 റാം ആണ് കൊടുത്തിരിക്കുന്നത്, ഫാസ്റ്റ് റാം ആണ്. അതുപോലെ സ്റ്റോറേജിനായിട്ട് UFS 3.1 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റീഡ് റൈറ്റ് സ്പീഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. 11 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകളുടെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ടെക്നോ നൽകിയിട്ടുണ്ട്. 10 ലക്ഷത്തിൽ അധികമുള്ള AnTuTu സ്കോർ ആണ് ടെക്നോ ഈ ഒരു സ്മാർട്ട് ഫോണിന് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് സൈഡ് ഓക്കെയാണ്, മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസർ തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഗെയിമിങ്ങിനൊക്കെ അതിമനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അടുത്തതായിട്ട് ഇതിന്റെ ഒരു ബാറ്ററി സൈഡാണ്. 5160 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അത് ഡീസന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചാർജ് ചെയ്യാനായിട്ട് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ അല്ല, ഒരു 65 വാട്ടെങ്കിലും കൊടുക്കണമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. ഓക്കെ, മീഡിയം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അത്തരത്തിലൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ കൊടുത്തുള്ളൂ. USB Type-C ചാർജിംഗ് പോർട്ടാണ് സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. വെറും 20 മിനിറ്റ് കൊണ്ട് 50% ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജിങ്ങിൽ എത്തിക്കാമെന്ന് ടെക്നോ അവകാശപ്പെടുന്നു. അടുത്തായിട്ട് ഇതിന്റെ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ചിത്രങ്ങൾ എടുത്തു. എല്ലാ ഫോണുകളും ഇതുപോലെ നിരവധി സ്മാർട്ട് ഫോണുകൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾ ഫോട്ടോകളൊക്കെ ഇതുപോലെ എടുക്കാറുണ്ട്. അപ്പോൾ ചിലതൊക്കെ മാത്രമേ നമ്മളെ ഇംപ്രസ് ചെയ്യിക്കുകയുള്ളൂ, ചില ഫോണുകളിലെ ഫോട്ടോ. അത്തരത്തിൽ എന്നെ ഇംപ്രസ് ചെയ്ത ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും നൽകിയ ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് സംശയം പറയാം. മനോഹരമായിട്ടുള്ള ഫോട്ടോ ക്വാളിറ്റി, എസ്പെഷ്യലി നമ്മളൊരു DSLR ലൈക്ക് ബോക്കെ നാച്ചുറലി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. അത് എല്ലാ ഫോണും കിട്ടുന്നില്ല. പോർട്രേറ്റ് മോഡിലൊക്കെ കയറുമ്പോഴാണ് സാധാരണ ബാക്ക്ഗ്രൗണ്ട് ബോക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് നാച്ചുറലി കണ്ടില്ലേ, ആ ഒരു പൂവ് മാത്രം ഫോക്കസിൽ വരികയും ബാക്ക്ഗ്രൗണ്ട് ബോക്കെ ആവുകയും ചെയ്തു. ഇതൊരു പോർട്രേറ്റ് മോഡൽ, ഇത് നോർമൽ മോഡിൽ എടുക്കുന്ന ഫോട്ടോകൾ പോലും അത്രയും ഒരു ബോക്കെ ലഭിക്കുന്നുണ്ട്. ഒരു DSLR ലൈക്ക് ഫീൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ നൽകുന്നുണ്ടെന്ന് പറയട്ടെ. മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ നൽകുന്നത്. പക്ഷേ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ കുറച്ച് വെളുപ്പിക്കുന്നത് പോലെ, അതുപോലെ കളറിന്റെ ഒരു ആക്യുറസി അത്രയും കുറച്ച് ബ്ലീച്ച് ആവുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലെ ക്വാളിറ്റി, വീഡിയോയും തരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്ന വീഡിയോ ക്വാളിറ്റിയും ഫോട്ടോ ക്വാളിറ്റിയും കൊള്ളാം. പക്ഷേ ഇതിന്റെ ക്യാമറ ആപ്പ് നമുക്കറിയാം, ടെക്നോ എന്ന് പറയുന്നത് ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ്, അതുപോലെ ഐടെൽ തുടങ്ങിയവരുടെയൊക്കെ സിസ്റ്റർ കൺസേൺ ആണ്. അവരുടെയൊക്കെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന HiOS എന്ന് പറയുന്നത് എല്ലാം ഏതാണ്ട് ഒരുപോലെയൊക്കെ ഇരിക്കും. ഇതിന്റെ ഈ ഒരു ക്യാമറ ആപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അത് നൽകുന്ന റിസൾട്ട് ഓക്കെ, പക്ഷേ ക്യാമറ ആപ്പ് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാം. സോഫ്റ്റ്വെയർ സൈഡിൽ ഈ ഒരു ക്യാമറ ആപ്പ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയെങ്കിൽ കൊള്ളാമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തായാലും ക്വാളിറ്റിയുള്ള ഫോട്ടോയും വീഡിയോയും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഇതിന്റെ ക്യാമറയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർക്ക് 64 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 13 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോളായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഇത്തരത്തിൽ 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. പക്ഷേ നിരാശാജനകം എന്ന് പറയട്ടെ, ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 1080 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ എപ്പോഴും ഫ്രണ്ടും ബാക്കും 4K സപ്പോർട്ട് നൽകുന്ന സ്മാർട്ട് ഫോണുകളെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്കൊരു വ്ളോഗ്
വ്ളോഗ് ഷൂട്ട് ചെയ്യണമെങ്കിൽ പോലും ഫ്രണ്ടിലും ബാക്കിലും 4K സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൊള്ളാം. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിലൂടെ 4K സപ്പോർട്ട് കൊടുക്കാമായിരുന്നു. കാരണം 4K സപ്പോർട്ടുള്ള പ്രോസസ്സറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഫ്രണ്ട് ക്യാമറയിൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ ബാക്ക് ക്യാമറയ്ക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. സോഫ്റ്റ്വെയർ സൈഡാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് തീരെ ഇഷ്ടപ്പെടാതെ പോയിരിക്കുന്നത്. ഇത്തരത്തിൽ ആൻഡ്രോയിഡ് 12 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 13ലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തുകൊണ്ടോ ഇപ്പോഴും ആൻഡ്രോയിഡ് 12 ആണ് നൽകുന്നത്. മാത്രമല്ല ഇതിനകത്ത് ടെക്നോയുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഹൈ OS ആണ് നൽകിയിരിക്കുന്നത്. ആ ഒരു യൂസർ ഇന്റർഫേസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഹോം സ്ക്രീനൊക്കെ കാണാനൊക്കെ കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ കണ്ട് ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇത്രയും എന്ന് ഓർക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ബ്ലോട്ട് വൈസുകൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇതൊരു ടെക്നോയുടെ ഒരു ഹൈ എൻഡ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കണം. അതിനകത്താണ് ഇത്രയും ആപ്ലിക്കേഷൻസ്. അത് ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻസ് കൂടാതെ ഇവരുടെ യൂസർ ഇന്റർഫേസിന്റെ ഭാഗമായി തന്നെ വരുന്ന പല ആപ്ലിക്കേഷൻസ് ആണ് എന്തായാലും ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. പുറത്തുനിന്നുള്ള അധികം ആപ്ലിക്കേഷൻസ്, അങ്ങനെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അധികം കാണുന്നില്ലെങ്കിലും എന്തായാലും ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കുറയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബാറ്ററി ലൈഫും ഒക്കെ എന്ത് തന്നെയായാലും കൂടുതൽ നിൽക്കാൻ ഇത്തരം ഈ ബ്ലോട്ട് വേസുകൾ കുറച്ച് നിർത്തുന്നത് എന്തായാലും നല്ലതായിരിക്കും. ടെക്നോയുടെ ഇത്രയും ഉയർന്ന ഈ ഒരു സ്മാർട്ട് ഫോണും ഇതിനകത്തെ ഇതിന്റെ സോഫ്റ്റ്വെയറും കാണുമ്പോൾ ഒരു പഴമൊഴിയാണ് ഓർമ്മ വരുന്നത്. അതായത് തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി എന്ന് പറയും അല്ലേ എന്ന ഒരു പഴമൊഴി പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ഈ ഒരു സോഫ്റ്റ്വെയർ സൈഡ് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ കൊള്ളാമെന്നൊരു അഭിപ്രായം എനിക്ക് എന്തായാലും ഉണ്ട്. അതുപോലെ എന്നെ നിരാശപ്പെടുത്തുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. അതായത് ഇത്രയും പ്രീമിയം ഫീച്ചേഴ്സ് നൽകിയ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോലും പല സ്മാർട്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കുന്നു. അവിടെയാണ് ഏകദേശം അതിന്റെ ഇരട്ടി വില ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇപ്പോഴും മോണോ സ്പീക്കർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതും കടുത്ത നിരാശ ഉണർത്തുന്നു എന്ന് പറഞ്ഞുകൊള്ളട്ടെ. മോണോ സ്പീക്കർ ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി കുഴപ്പമില്ല, അതുപോലെ നല്ല വോളിയം ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. പക്ഷേ സ്റ്റീരിയോ സ്പീക്കർ അത് ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തന്നെയാണെന്ന് വീണ്ടും പറയട്ടെ. അതുപോലെ ഇതിന്റെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് താഴേക്കാണ്, അതിന്റെ പൊസിഷൻ കുറച്ചുകൂടെ മുകളിലോട്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ. എന്തായാലും വളരെ ബ്ലാസ്റ്റിംഗ് ഫാസ്റ്റ് ആണ് ആ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് എന്ന് പറയട്ടെ. അതുപോലെ ഫേസ് അൺലോക്ക് സംവിധാനവും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ വൈഫൈയുടെ ലേറ്റസ്റ്റ് വെർഷൻ Wi-Fi 6 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മൂൺലൈറ്റ് സിൽവർ, സ്റ്റാർ ഡസ്റ്റ് ഗ്രേ എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുന്നത് സ്റ്റാർ ഡസ്റ്റ് ഗ്രേ എന്ന കളർ വേരിയന്റ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ആണ്. പ്രൈസ് പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് എടുത്തു പറയാം. ദോഷങ്ങളായിട്ട് പറയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നതിനകത്ത് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ ഇല്ല. അത് ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ദോഷമാണ്. കാരണം ഈ പറഞ്ഞ പ്രീമിയം സ്മാർട്ട് ഫോണുകൾ അങ്ങനെ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ കാണില്ല എന്നുള്ള ഓർമ്മിക്കട്ടെ. പക്ഷേ 3.5mm ഓഡിയോ ജാക്ക് ഇല്ലെങ്കിലും നമുക്ക് ടൈപ്പ് സി ഹെഡ്സെറ്റ് കൂടെ വരുന്നുണ്ട്. അതൊരു പ്രശ്നമേ അല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പിന്നീട് പറയാനുള്ളത്, ഈ ഒരു പ്രീമിയം സ്മാർട്ട് ഫോണിൽ 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇല്ലെങ്കിലും വേണ്ടിയില്ലായിരുന്നു. കാരണം വെറുതെ 2 മെഗാപിക്സലിന്റെ ഒരു സെൻസറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇപ്പോഴും ആൻഡ്രോയിഡ് 12 ആണ്, 13 കൊടുക്കാമായിരുന്നു. അതുപോലെ മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു കുറവായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ കുറവുകൾ. എന്നാൽ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ബാക്ക് ഉള്ള പ്രീമിയം സ്മാർട്ട് ഫോൺ ലഭിക്കുന്നു. അതുപോലെ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, മികച്ച 10 ലക്ഷത്തിലധികം ANTUTU സ്കോർ സമ്മാനിക്കുന്ന മികച്ച പ്രോസസർ, 8GB റാം ഉണ്ട്, 256GB ഇന്റൽ മെമ്മറി ഉണ്ട്, LPDDR5 ആണ്. അപ്പോൾ പെർഫോമൻസ് സൈഡൊക്കെ അടിപൊളിയാണ്, ബാറ്ററി സൈഡ് ഓക്കെ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടും എടുത്തു പറയാം. എന്തായാലും അടുത്തായിട്ട് ഇതിന്റെ പ്രൈസിംഗ് ആണ് 39,999 രൂപയ്ക്കാണ് ടെക്നോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്ത് തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ.